ഇടുക്കി ജില്ലയിൽ 50 വർഷത്തിന് മുകളിലായിട്ട് കാടിന് നടുവിൽ ഒരു ഗ്രാമമുണ്ട്. നെൽകൃഷി എന്നൊരു ഗ്രാമം. കാടും മേടുമെല്ലാം താണ്ടി നമ്മളെത്തുന്ന സ്വർഗതുല്യമായിട്ടുള്ള മക്കുവള്ളി എന്ന സുന്ദരമായിട്ടുള്ള ഗ്രാമത്തിലാണ്. അപ്പോൾ ഞാൻ ഈ മക്കുവള്ളിയെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മക്കുവള്ളി പാർട്ട് 2 ആണ്. ആ വീഡിയോയിൽ കാണാത്ത കുറച്ച് സ്ഥലങ്ങളും കുറച്ച് മനുഷ്യരും ഈ വീഡിയോയിലുണ്ട്. ഈ വീഡിയോ തീരുന്നവരെ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മക്കുവള്ളി എന്ന കാടിന് നടുവിലെ ഗ്രാമത്തിലേക്ക് യാത്രയാവാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ നമ്മുടെ കാടിന് നടുക്കുള്ള മക്കുവള്ളി എന്ന ഗ്രാമത്തിലേക്കാട്ടോ. ഞാൻ മക്കുവള്ളി എന്ന ഗ്രാമത്തിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ ആ സമയത്ത് പോയപ്പോൾ അവിടെ നെല്ലൊന്നും നട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പം നല്ല എന്നെ കൊയ്യാറായി നിൽക്കുവാണ് നമ്മുടെ പാടം. ആ കൊയ്യാറായി നിൽക്കുന്ന മക്കുവള്ളിയിലെ കാഴ്ച ഭയങ്കര രസം കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ, അതായത് കാടിന് നടുക്കാണ്. അത് വലിയൊരു മൊത്തം കാടാണ്. ആ കാടിന് നടുക്കാണ് ഈ ഒരു നെൽപ്പാടമുള്ളത്. അപ്പോൾ നമുക്ക് മക്കുവള്ളി എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ച ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് നല്ല കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനും നമ്മുടെ കൂട്ടുകാരൻ അഭിജിത്തും കൂടിയാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ പണ്ട് വയനാടിനൊക്കെ പോയ ട്രിപ്പിൻ്റെ വീഡിയോ കിടക്കണം കേട്ടോ ചാനലിൽ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് കാണാം. അപ്പോൾ വയനാടിൻ്റെ കുറേ നല്ല കാഴ്ചകളുണ്ട്. അത് കുറേ 1-1.5 വർഷം മുമ്പ് പോയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മുണ്ടൻമുടി എന്നൊരു ഗ്രാമത്തിലാട്ടോ. നല്ല രസമുള്ള വലിയ ഹെയർ പിൻ വളവ് കയറിയാണ് നമ്മൾ പോകണേ. അപ്പോൾ ഈ മുണ്ടൻമുടിയുടെ കാഴ്ചകൾ ഇവിടെ തൊട്ട് നമുക്ക് മക്കുവള്ളി ഗ്രാമം വരെയുള്ള നല്ല നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. മുണ്ടൻമുടി എന്നത് മലകളുടെ ഒരു ഗ്രാമമാണ്. ഒരുപാട് ഹെയർ പിൻ വളവുകളൊക്കെ കയറിയാണ് നമ്മൾ മുണ്ടൻമുടി കഴിഞ്ഞുള്ള വെൺമണിക്ക് പോകുന്നത്. അപ്പോൾ വെൺമണിയിൽ നിന്നാണ് നമ്മൾ മക്കുവള്ളിക്ക് തിരിയുന്നത്. മുണ്ടൻമുടിയിൽ കാണാൻ പറ്റിയ കുറച്ച് മലകളൊക്കെ ഉണ്ട്. കാറ്റാടിക്കടവ്, അതുപോലെ തന്നെ മുണ്ടൻമുടി പള്ളിയൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു ദേവാലയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴി പോകുമ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം. പിന്നെ മഴക്കാലത്ത് ഈ വഴി അധികം യാത്ര ചെയ്യായിരിക്കും നല്ല കേട്ടോ. കാരണം വെച്ചാൽ പണ്ട് ആ പ്രളയ സമയത്തൊക്കെ ഒരുപാട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ ഒരു മുണ്ടൻമുടി മലയിടുക്കുകളൊക്കെ. അങ്ങനെ നമ്മൾ ഓരോരോ കാഴ്ചകൾ കണ്ട് നമുക്ക് മക്കുവള്ളിക്ക് യാത്ര ചെയ്യാം. മക്കുവള്ളി എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫോറസ്റ്റ് ഗ്രാമമാണ്. അപ്പം നമുക്കറിയാവുന്ന ഒരു ചേട്ടൻ അവിടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ജോസേട്ടൻ, നമ്മൾ ജോസേട്ടൻ്റെ അടുത്തോടാണ് മക്കുവള്ളിക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ വെൺമണി കഴിഞ്ഞിട്ട് വെൺമണിയിൽ നിന്ന് വരിക്കമുത്തം കവല എന്നൊരു കവലുണ്ട് ഇവിടെ. നിങ്ങൾ വെൺമണി വഴിയാണ് വരുന്നതെങ്കിൽ ഈ കവലയിൽ നിന്നുണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി കണ്ടോ, മൈലപ്പുഴ പഴയരിക്കണ്ടം. ഈ റോഡിലേക്കാണ് പോകേണ്ടത് കേട്ടോ. നമ്മൾ ആ വഴിയാണ് ഇങ്ങനെ വന്നത്. ഇങ്ങനെ ഈ റോഡിൽ കൂടെ പോയാൽ നമുക്ക് ഇനി ഇപ്പം കഞ്ഞിക്കുഴി ഒന്നും പോകേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം മക്കുവള്ളിക്ക് പോയത് കഞ്ഞിക്കുഴി വഴിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വഴി കാഴ്ചകളെ കണ്ടുപോകാം. അസ്കോമാൻ. അങ്ങനെ നമ്മൾ മക്കുവള്ളി ഗ്രാമത്തിലോട്ട് കിടക്കാൻ പോകട്ടോ. അവിടെ ഇത് ഫുള്ള് വനം കേട്ടോ. ഇനി നമുക്ക് ഈ വനത്തിക്കടെ ഏകദേശം ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് ഗ്രാമത്തിലെത്തും. എന്തായാലും കിട്ടില്ല പൊളി വൈബ്. ഈ ഒരു സമയത്ത് നല്ല മഴക്കാലത്തൊക്കെ വന്നാൽ നല്ല രസമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി. കണ്ടോ ഫുള്ള്. നമ്മൾ വനത്തിക്കടെ സഞ്ചരിക്കുമ്പം എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ. ഇത് അത്യാവശ്യം അകലെയുള്ളൊരു മരമാട്ടോ. നമ്മൾ 16 Pro Maxലാണ് ഈ ഒരു രംഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മലയെണ്ണാൻ പയ്യെ പോണുണ്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാമത്തിലോട്ട് വരുമ്പം എന്നാ പറയണേ, ഇതൊരു ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഗ്രാമമൊന്നുമല്ല. നിങ്ങൾ ഈ ജസ്റ്റ് ഒരു ഗ്രാമം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പരിചയമൊക്കെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം കേട്ടോ. എന്തായാലും നമുക്ക് വന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കാടിനുള്ളോട്ടൊന്ന് കയറി വീഡിയോ എടുക്കാതിരുന്നാൽ മതി കേട്ടോ. ഫുള്ള് അങ്ങോട്ടുള്ള ഫോറസ്റ്റാണ് ഫുള്ളായിട്ട്. നമ്മൾ ഈ റോഡിൽ നടന്നു നോക്കാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് നോക്കണേ. ഏതൊരു നാട്ടിൽ ചെന്നാലും ആ നാട് വളരെ ഭംഗിയുള്ളൊരു നാടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു നാടിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം കേട്ടോ. അടിപൊളിയായിട്ട്. നമ്മളൊട്ടും ബോറടിക്കാത്ത യാത്രയായിരിക്കും ഈ വനത്തിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ. പ്രത്യേകിച്ചും നല്ല രസമാണ് ഇതിൻ്റെ ചുറ്റും വനമായതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാഴ്ചകളെ കണ്ട് നമുക്ക് മുന്നിൽ എന്നാ നമുക്കറിയത്തില്ല, വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ആകാംക്ഷയിൽ നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഒരിക്കലും ബോറടിപ്പിക്കാത്തൊരു യാത്രയായിരിക്കും മക്കുവള്ളി. കാരണം വെച്ചാൽ ഈ റൂട്ട് പോയാൽ നമുക്കിനി കൈതപ്പാറ അല്ലെങ്കിൽ മനയത്തടം കൂടി നമുക്ക് വേണ്ടി ഉടുമ്പന്നൂർക്ക് വരാൻ പറ്റും. പക്ഷേ അത് കട്ട് ഓഫ് റോഡാണ്. നമുക്ക് കൂടെ പരിചയമുള്ളവർ മാത്രമാണെങ്കിൽ ആ വഴി കൂടെ സഞ്ചരിച്ചാൽ മതി. പറയുക കണ്ടോ, ഒരു മരം ഇങ്ങനെ കണ്ടോ ബൾജാനിങ്ങനെ കണ്ടോ. എന്താ അല്ലേ, ഇതൊരു പ്രത്യേക പ്രതിഭാസമാണ് കണ്ടോ. നോക്കി അവിടെ മാത്രം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ
സംഭവിക്കണേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കണ്ടോ ഇവിടുത്തെ ഒരു അന്തരീക്ഷം കേട്ടോ, എന്നാ രസം നോക്കി, വളരെ കാം ആൻഡ് ക്വയറ്റ്. പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വെച്ചാൽ എപ്പോഴാണ് ആനയൊക്കെ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ സൂക്ഷിച്ച് പോവുക. എപ്പോഴും നമ്മളൊരു വിജിലൻ്റ് ആയിട്ടിരിക്കുക ഇങ്ങനെയുള്ള സ്ഥലത്തോടെ പോകുമ്പോഴേ. ഇവിടുത്തെ കാലാവസ്ഥ വലിയ ചൂട്, പുറത്ത് വലിയ ചൂടാണെങ്കിലും ഈ വനത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പം നല്ല ക്ലൈമറ്റ് ആട്ടോ, നമുക്കധികം ചൂടൊന്നും തോന്നില്ല. അങ്ങനെ നമ്മളിത് കുറേ യാത്ര ചെയ്തിട്ട് മക്കുവള്ളി ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കേട്ടോ. നമ്മുടെ പുറകെ കാണുന്ന കണ്ടോ, അതാണ് കാട്. ആ കാട് കിടന്ന് ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കാട്ടരുവിയുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ മീൻ പിടിക്കണ തോടാട്ടോ. വർഷകാലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം വരുന്നൊരു തോടാണ്. കണ്ടോ എന്തായാലും അടിപൊളി കാഴ്ചയാണ്. ഇനി ഇത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിട്ടുണ്ടോ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് റബ്ബർ വെച്ചേക്കാണ്. ഒരു സൈഡിൽ റബ്ബറാണ്, ഒരു സൈഡിൽ ഇത് കമുക് വെച്ചേക്കുന്നു. അങ്ങനെ മൊത്തം കൃഷിയാണ്. ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പം നമ്മൾ ഓർക്കും ഇത് നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു ഗ്രാമത്തിലേക്ക് വന്ന പോലെ ഒരു ഫീൽ കിട്ടും കേട്ടോ. കാരണം ഇത്ര നടക്കുള്ള കാടാന്നുള്ള കാര്യം നമ്മളങ്ങ് മറന്നു പോകും. ആ ഒരു വൈബാണ് ഇവിടെ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ലേറ്റായി പോയി. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാലാവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് നെൽപ്പാടം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴിയുണ്ട് കേട്ടോ. വഴിയുണ്ടെങ്കിലും നമ്മളെല്ലാം കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഓരോ വഴിയിലോട്ടാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള സ്ഥലങ്ങളൊക്കെ ബൈക്കിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാട്ടോ. നമ്മൾ ജീപ്പിൽ പോണ പോലെയല്ല, എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം വലിയ കട്ട ഓഫ് റോഡൊന്നുമില്ല, 4 വീൽ ഡ്രൈവ് വേണമെന്നില്ല. നമുക്ക് എല്ലാ വണ്ടിയും പോകുന്ന ഒരു സ്ഥലമാണ്, മൺ റോഡാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഭാവിയിലൊക്കെ ഇവിടെ എന്നാ പറഞ്ഞാൽ ഇതൊക്കെ വികസിച്ച് ഒരു ടൂറിസ്റ്റ് ഗ്രാമമാക്കി മാറ്റിയെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ബെറ്ററാണ്. ഇപ്പോഴും കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം പല ഹോം സ്റ്റേകളും റിസോർട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാരെ ഈ വനമേഖല അല്ലെങ്കിൽ ഈ ഗ്രാമം കാണാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട്. ഇത് പണ്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ ഇവിടെ കൊണ്ട് കുറേ ആൾക്കാരെ പാർപ്പിച്ചിരുന്നു. അപ്പോൾ അന്ന് തൊട്ടാണ് ഇവിടെ നെൽകൃഷി നടത്താൻ തുടങ്ങിയത്. അപ്പോൾ നെൽകൃഷി എന്ന് പറയുമ്പോൾ തന്നെ എനിക്കിവിടെ 50 വർഷങ്ങൾക്ക് മേളിലായിട്ടോ ഇവിടെ നെൽകൃഷി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വനത്തിൻ്റെ അകത്ത് നമ്മൾ വിചാരിക്കും മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന്. പക്ഷേ അധികം വലിയ മൃഗശല്യം ഇവർക്കില്ല കേട്ടോ. പന്നികളെ കൊണ്ട് ഒത്തിരി ശല്യമുണ്ട്. പിന്നെ ആനയൊന്നും അങ്ങനെ ഇവരുടെ അടുത്തോട്ട് അങ്ങനെ അധികം വരാറില്ല. അപ്പോൾ അതെന്തായാലും ഇവർക്കൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോടെ സഞ്ചരിക്കുമ്പോൾ എന്നാ പറഞ്ഞാൽ വളരെ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് വേണം നമുക്ക് പോകാൻ. കാരണം വെച്ചാൽ വനത്തിൻ്റെ ഈ ടൗണിൻ്റെ എന്നാ പറഞ്ഞത് അന്തരീക്ഷ മലിനീകരണമോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ശരിക്കും ഒരു ഭാഗ്യം ചെന്ന ആൾക്കാരാണ്. എനിക്കതേ അവരോട് പറയാനുള്ളൂ. കാരണം പല ആൾക്കാർ ഇവിടുന്ന് വിറ്റിട്ട് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ജനസംഖ്യ മാത്രമേ ഉള്ളൂ ഈ മക്കുവള്ളിയിൽ. ഇനി എനിക്ക് വേണ്ടി ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ചിലപ്പം ഇവിടെ പണ്ടുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ പുതിയതായിട്ടുള്ള തലമുറയുള്ള ആൾക്കാരൊന്നും ഇവിടെ താമസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഗ്രാമമൊക്കെ ഉണ്ടെന്നുള്ള അധികം ആൾക്കാർക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഇന്നാൾ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് കാണിച്ചാൽ പോയല്ലോ. നമ്മൾ ഈ വഴിക്കൂടെ ഒന്നും അങ്ങനെയൊക്കെ നിങ്ങളെ കുറച്ച് കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ പാടങ്ങളിൽ നെല്ലൊന്നും അവർ ഞാറും നട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ ആ നെൽകൃഷി കാണാൻ വേണ്ടിയാണ് വന്നത്. ഈ ഒരു കാടിനകത്തുള്ള നെല്ലിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും അത് നമ്മളിവിടെ വന്നപ്പം തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ജോസിയേട്ടനെ തേടിയാണ് പോകണം. ജോസിയേട്ടൻ്റെ വീട് എവിടെയാണെന്ന് അന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ റേഞ്ചില്ല. ഇവിടെ കൂടുതലും BSNL ചില സമയത്തൊക്കെ റേഞ്ച് കിട്ടും, അല്ലാതെയുള്ള നെറ്റ്വർക്ക് റേഞ്ചില്ല. ഒരു പക്ഷേ നെറ്റ്വർക്ക് കമ്പനികളൊന്നും ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കാം ഇവിടെ അവർ ടവറൊന്നും കൊണ്ടുവെക്കാതെ. എങ്കിലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും ഒരു നമ്മളൊരു ഫ്രീഡം ഫൈറ്റേഴ്സ് പോലെയാണോ ജീവിക്കുന്നത്. കാരണം അവർക്ക് ഇവിടെ ജീവിച്ചാലേ പറ്റുള്ളൂ. ഇവിടെ വിട്ട് അവരെങ്ങോട്ടും പോകില്ല. ഞാൻ പല ആൾക്കാരോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ താല്പര്യം ഈ ഒരു നാട്ടിൽ തന്നെ ജീവിക്കാൻ വേണ്ടി. ഇവിടെയുള്ള ആൾക്കാരുടെ ചെറുപ്പത്തിൽ തന്നെ ആണ് പല ആൾക്കാർ ഇവിടെ വന്നത് കേട്ടോ. ഇതാണ് അവിടുത്തെ മെയിനായിട്ടുള്ളൊരു കവല. ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയും ഒക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ നട്ടുച്ചയ്ക്ക് വന്നുകൊണ്ട് അധികം ആൾക്കാർ ഇവിടെ ഇല്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ എല്ലാവരും വരും കേട്ടോ. അന്നേരം നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം. എന്നാൽ നമുക്ക് ആദ്യമേ നമ്മുടെ ജോസിയേട്ടനെ കണ്ടുപിടിക്കണം. പിന്നെ പോകുന്ന വഴിക്ക് 1-2 വീടൊക്കെ ഉണ്ട്. അവിടെ കയറിയിട്ട് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. അവർ എവിടെ നിന്നൊക്കെയാണ് വന്നതെന്നൊക്കെ നമുക്കറിയാലോ. ജനിച്ച് വളർന്നത് വൈക്കത്താണ്. വൈക്കത്ത് ഇങ്ങോട്ട് വന്നാണോ? അടിപൊളി. വൈക്കം ഉപ്പ് ഇവിടെ മുളപ്പറം ഉടുമ്പന്നൂര്, അത് കഴിഞ്ഞ് ഉപ്പൂന്നേൽ വന്നു. ഉപ്പൂന്നിന്ന് ഇങ്ങോട്ട് വന്നു. ഉപ്പൂന്നാണ് ഇവിടെ വന്നത്. എൻ്റെ പേരോ? എൻ്റെ പേര് കൃഷ്ണൻകുട്ടി അല്ലേ? ഉപ്പൂന്ന സ്ഥലമുണ്ട്. ഉപ്പൂന്ന സ്ഥലമുണ്ട്. ഇപ്പം ഇവിടെ നെൽപ്പാടുണ്ടോ?
നെൽപ്പാടമില്ല. കുരുമുളക്, കാപ്പിയൊക്കെ ഉണ്ടല്ലേ? കൊക്കോ. എന്താ അല്ലേ, 19 വീട്ടുകാരനുണ്ട് ഇവിടെ മൊത്തം താമസിക്കാൻ. ഇപ്പം എനിക്ക് വേണേ നെല്ല് ഏകദേശം കൊയ്യാറായിട്ട് നിൽക്കും കേട്ടോ. ഇതൊരു പാലം, ഇതിൻ്റെ മേളിലാണ് മറ്റേ വരുവൻകുത്ത് എന്ന് പറഞ്ഞ വലിയ വെള്ളച്ചാരമുള്ളൂ കേട്ടോ. അടിപൊളി കിടിലൻ ഗ്രാമമല്ലേ, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇവിടുത്തെ ഓരോ ഫ്രെയിമും നമ്മളെ ഞെട്ടിപ്പിക്കും കേട്ടോ. ശുദ്ധവായു കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇതാണ് നല്ല നാടൻ കൊല കിട്ടില്ല. മക്കുവള്ളിയുടെ വാഴക്കല കേട്ടോ. ഏളൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഉണ്ടല്ലോ കേട്ടോ. വനത്തിൽ പ്രവേശിക്കുന്ന അനധികൃതമാണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ. അപ്പോൾ വനത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് കേട്ടോ. റോഡിൻ്റെ പേര് മക്കുവള്ളി മനേത്തടം, അടങ്കൽ തുക 4,77,000 രൂപ. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മഹാത്മാ. അപ്പോൾ ഇതിലേക്കടെയാണ് നമ്മുടെ മനേത്തടം പോണ വഴി കേട്ടോ. അതിൽ കറമ്പായി എന്നാണ് പേര്. വളരെ നല്ല പേരാണുള്ളത്. അഭിത് പിടിക്കണോ? അപ്പോൾ പിടിക്കണോ? അതെയോ? ഓക്കോ. നിങ്ങളെല്ലാം എവിടെ പഠിക്കുന്ന സ്കൂളിൽ പിള്ളേർ? എവിടെ പഠിക്കുന്നത്? പഴയരിക്കണ്ടത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓ, അപ്പോൾ ഇവിടെ അങ്ങോട്ട് എങ്ങനെ പോകും? അപ്പോൾ സ്കൂൾ ബസ് വരുമോ? ആ, ഇങ്ങോട്ട് ഇവിടെ വരെ വരുമോ സ്കൂൾ ബസ്? ആ, ഓക്കെ ഓക്കെ. അതെ അല്ലേ. ഇവിടുത്തെ എം എൽ എയുടെ പേരെന്താ? റോഷി അസ്റ്റി എം എൽ എ. ആ, ഓ, ശരി ശരി. ഏത് മക്കുവള്ളിന്ന് പേര് വന്ന മക്കങ്കാവാലുള്ള വള്ളിയോ? വള്ളി ആയോണ്ട്. അതെയോ? അത് കാരണം ഇവിടെ മൊത്തം നേരെ അവിടെ ഇവിടെ അതെല്ലാം ആയിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ എന്നെ കൊണ്ടുവന്ന ഇവിടെ കൊണ്ടുവന്ന. അതെയോ? അച്ഛൻ. ആ, ചേച്ചി എവിടെയായിരുന്നു? അപ്പൊ ജനിച്ചൊക്കെ എവിടെയായിരുന്നു? ജനിച്ച ഉടുവന്നൂരായിരുന്നു. കുഞ്ഞായിരുന്നപ്പം ഉടുവന്നൂര് പരിയാരമൊക്കെ ഭാഗം. കരുവന്നൂര് ഭാഗമൊക്കെ ഞങ്ങളിവിടെ ഇതുവഴിയൊക്കെ ആനയൊക്കെ വരും ചേച്ചി? ഇതിലുവഴി ആന വന്നു. ആണോ? ആ, ഒരു പ്രാവശ്യം സ്കൂളിൻ്റെ അക്കരെ കൂടെ ആ കാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നു. അവരുടെ സ്കൂളിൻ്റെ അവിടെ വന്നു. ഇവിടെ വന്ന് താഴെ വന്ന ഒരു ചേട്ടൻ്റെ പിന്നെ പശുവിനെ മൂരിനെ കൊന്നു. അതിൽ ഈ കാണുന്ന വീട്ടിലെ പെണ്ണിൻ്റെ അമ്മയുടെ വീടിൻ്റെ പുറകുവശത്തോടെ ഇങ്ങനെ ഇറങ്ങി കണ്ടത്തിലേക്ക് പോയി. നമ്മൾ ആ തോടിൻ്റെ ഇറങ്ങുമ്പോൾ ഒരു വീടില്ലേ, ആ വീടിൻ്റെ മുറ്റത്തോടെ പോയി. ഒറ്റ. എന്നിട്ടല്ല, ആ ചേട്ടൻ കടയ്ക്ക് പോയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. ആ ചേട്ടൻ ഓടിയപ്പോൾ ആ ചേട്ടൻ്റെ പുറകെ എത്തി. എന്നിട്ട് എല്ലാവരോടും കൂടി ഒച്ച വെച്ച് കയറി പോയി. അത് പിന്നെ വന്ന നമ്മുടെ പറമ്പിലൊക്കെ വന്നു. അവിടെ എൻ്റെ പറമ്പിലൊക്കെ വന്നായിരുന്നു. ഈ കഴിഞ്ഞ മഴയില്ലായിരുന്നു. അറിഞ്ഞില്ല. 2 വീട്ടിലും ഓരോരുത്തരുണ്ടായിരുന്നു. അറിഞ്ഞില്ല. താഴത്തെ വീട്ടിലും കരട്ട വീട്ടിലും. താഴെ പാലത്തിനടുത്ത് വീട്ടിലെ വളരെ നിഷ്കളങ്കയായിട്ടുള്ളൊരു ചേച്ചി കേട്ടോ. ആ ചേച്ചിയുടെ ഭർത്താവിനെ നമ്മളിങ്ങനെ കേട്ട് വന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് അത് കട്ട് ചെയ്യാതെ ആ ചേച്ചി പറഞ്ഞെല്ലാം ഞാൻ കേൾപ്പിച്ചേ. പിന്നെ ഈ ഒരു നാടിൻ്റെ ഒത്ത നടക്കൂടെ ഉണ്ട് ഒരു തോട് പോകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ കൂടുതലും കൃഷി ആവശ്യങ്ങൾക്കെല്ലാം വെള്ളം ആ തോടിൽ നിന്നാണ് എടുക്കുന്നത്. ആ, അതേ ജോസിയേട്ടൻ. ചേട്ടനെ തപ്പി ഞങ്ങൾ മടുത്തു. റേഞ്ചില്ല. അപ്പം ഒരു വിധത്തിൽ ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ചാലും ഇത് അങ്ങനെ ഫൈനലി നമ്മുടെ ജോസിയേട്ടനെ കണ്ടുപിടി കേട്ടോ. ഇവിടെ വന്ന BSNL അല്ല വേറെ ഓരോന്നും ചെയ്തില്ല. ഇത് നമ്മുടെ കൂട്ടുകാരേട്ടാ അഭിന്ന് പറയും. ആ, ഇതാണ് വീടല്ലേ. നല്ല രസമായിട്ട് കാണാൻ വേണ്ടി. നല്ല കളറ്. കൊക്കോയിലാണോ ഫാഷൻ ഫ്രൂട്ടല്ലേ? ആ, ഉണ്ടല്ലോ. ജോസിയേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫാഷൻ ഫ്രൂട്ട്. അതെ അതെ, ശരിക്കും പഴം ആയില്ല അല്ലേ. ഇതിവിടെ കുറച്ച് മിറ്റത്തല്ലേ നല്ല നിറമുള്ള കുറേ പൂച്ചെടികളുണ്ട് കേട്ടോ. ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി പറിച്ച ഫാഷൻ ഫ്രൂട്ടാണോ. അത്യാവശ്യം നല്ല അകം പഴുത്താണ് നമുക്ക് കഴിക്കുന്നത്. ഇതുപോലെ ഇവിടെ ഓർമ്മയുണ്ട്. ഇതിവിടെ നമുക്ക് മുറിക്കാം. ഇത്രയും ശുദ്ധമായിട്ടുള്ള സാധനം ഇവിടെ കിട്ടുമല്ലേ. ശുദ്ധമായ വായുവുള്ള സ്ഥലത്തിരുന്ന് നമുക്ക് ശുദ്ധമായ ഫാഷൻ ഫ്രൂട്ട് കഴിക്കാം. ഇനി നമുക്കിവിടെ ഒരു സ്കൂളാണ് കേട്ടോ, ഒരു പ്രൈമറി സ്കൂൾ. 4ാം ക്ലാസ് വരെ ഉണ്ട്. 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പഴയരിക്കണ്ടം അല്ലെങ്കിൽ കഞ്ഞിക്കുഴിയിലൊക്കെ ആയിരിക്കും അല്ലേ ചേട്ടാ പിള്ളേർ പഠിക്കുന്നത്? സുഹൃത്തുക്കളാണ്. അതെ അല്ലേ.
ഞങ്ങളിങ്ങനെ മക്കവള്ളി ഗ്രാമം ഒന്ന് കാണാത്ത ആൾക്കാരെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്ന. ആണോ? ആ വണ്ണം. ഓ അതെയോ? ശരി ശരി. മക്കവള്ളി ഗ്രാമം കാണിക്കാൻ പോകുന്ന ആദ്യമായിട്ട് ഇവിടെ നെൽപ്പാടമൊക്കെ നമ്മൾ മൊത്തം കവർ ചെയ്തു. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമാണ്. 6 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്ത് വന്ന് ഇതുണ്ടോ, ഈ ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെയാണ് കേട്ടോ. നമ്മുടെ കഞ്ഞിക്കുഴിയിൽ നിന്ന് വന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെയാണ്. ഇവിടെ മക്കവള്ളിയിലുള്ള ഒരു LP സ്കൂളാണിത്. 4ാം ക്ലാസ് വരെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഉണ്ടോ? 50 കുട്ടികളുണ്ടല്ലേ? കണ്ടോ എത്ര സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമല്ലേ. ഭാവിയിലൊക്കെ ഇങ്ങോട്ടുള്ള വഴികളൊക്കെ ശരിയാക്കി ഒരുപാട് ആളുകളൊക്കെ ഈ ഗ്രാമത്തിലേക്ക് വരണം. ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോഴാണല്ലോ ഇവിടുത്തെ കടയിൽ നിന്ന് നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കണം കേട്ടോ വരുമ്പം. കാരണം വെച്ചാൽ ഇവരെ നമ്മൾ സഹായിക്കണ്ടേ തീർച്ചയായും. ഇവിടുത്തെ കുട്ടികളെല്ലാം പഠിച്ച് മിടുക്കരായി വരട്ടെ. മാലിന്യമോ വേസ്റ്റ് ഒന്നും കൊണ്ട് ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇടറില്ല. ഈ ഗ്രാമത്തിൻ്റെതായ ഭംഗി ഒരിക്കലും ചോർന്നു പോകാൻ വേണ്ടി ആരും അനുവദിക്കില്ല കേട്ടോ. അത്ര നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് ചേട്ടൻ കപ്പ പറിക്കാൻ വേണ്ടി പോകാം കേട്ടോ. നല്ല കിടിലൻ കപ്പയാണ്. നമുക്ക് ആ കപ്പ ഒരു മൂടന്ന് പറിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഈ കപ്പ പറിക്കാൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. അപ്പോൾ ഈ കാണാണ് മക്കവള്ളിയിലെ കപ്പാട്ടോ. ഇവിടെ മറ്റേ എലിശല്യമൊക്കെ ഉണ്ടോ? ഇല്ല, വലിയ കാര്യമായിട്ടില്ല. ഉണ്ട്, എന്നാലും വലിയ കാര്യമായിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ അത് നട്ടാ പിന്നെ മഴ പെയ്തില്ല. അതുപോലെ മഴക്കാലമായ പിന്നെ മഴ പെയ്തു, അതുകൊണ്ട് മോശം. നമ്മൾ മക്കവള്ളിയുടെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ പോകുന്നു കേട്ടോ. നമ്മുടെ ഈ പാടത്തിൻ്റെ വരമ്പേക്കടെ നടക്കാൻ പോകാം. അടിപൊളി. അത് കയ്യാണി കേട്ടോ. നോക്കി പോയിട്ടില്ലെങ്കിൽ നമ്മളത് ഇത് കണ്ടോ, അടിപൊളിയല്ലേ. ഇങ്ങനെ കൊയ്യാറായിട്ട് നിൽക്കുമല്ലോ എല്ലാം. ഇത് കണ്ടോ, നല്ല രസമാണ് ഇതിലേക്ക് നടക്കാൻ വേണ്ടി. ഇത് തിങ്കളാഴ്ച വരെ അടുത്ത നെക്സ്റ്റ് വീക്ക് ഇത് കൊയ്യും കേട്ടോ. നമ്മളിനി അയ്യോ ഇവിടെ പോയാലോ. നമ്മൾ ഈ തോടിൻ്റെ വരമ്പത്തേക്കിടെ പോണേ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാട്ടത്. കണ്ടോ, പൊളി വൈവല്ലേ. പാടങ്ങളൊക്കെ കേരളത്തിലെ മിക്ക ജില്ലകളിലുണ്ടാവും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈ ഒരു കൊടും കാടിന് നടുക്കാണ് അവർ ഈ നെൽകൃഷി നടത്തിയേക്കുന്നത്. കാരണം പന്നികളൊക്കെ വരും, അതിൻ്റെയൊക്കെ ആക്രമണത്തിൽ നിന്ന് ഈ ഒരു നെൽകൃഷിയൊക്കെ സംരക്ഷിച്ച് പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് അവർ അത് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ നെൽപ്പാടത്തിൻ്റെ പ്രത്യേകത. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഗ്രാമം തന്നെയാണിത്. ഞാൻ ഓർത്ത് ചേട്ടനോട് ചോദിച്ചു, ഇവിടെ എന്നെ ചേട്ടാ ഇങ്ങനെ കമ്പി കെട്ടിയേക്കണം കണ്ടോ. ഇത് കമ്പി ഉണ്ടോ, അതായത് നമ്മുടെ പന്നി വരാതിരിക്കാൻ വേണ്ടിയാണ്. ചെറിയ തട്ട് വരുമ്പം ഇതേ കയറിയിട്ട് വരുമ്പോൾ ചെറിയ ഈ കമ്പിയിൽ തട്ടിയാൽ പന്നി തിരിച്ചു പോകും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്പി കെട്ടിയിട്ടുണ്ട് കേട്ടോ നെൽപ്പാടത്തിന് ഇടയ്ക്കോടെ. കണ്ടോ അതെല്ലാം കണ്ടോ, ഓരോ രൂപങ്ങളൊക്കെ വെച്ചേക്കണുണ്ടോ അവിടെ. അതെല്ലാം പന്നി വരാതിരിക്കാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കുത്തി വെച്ചാൽ പന്നി വരില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ കണ്ടോ. ഇത് കണ്ടോ, പന്നിയുടെ കാല് കണ്ടോ, ഇതുണ്ടോ, ഇവിടെ ഒരു കാലുണ്ട്, ഇതുണ്ടോ, ഇതെവിടെ ഒരു കാലുണ്ട്. എല്ലാം പന്നി വന്നേക്കണേ. ഈ പന്നികളെ കണ്ടാണ് ഒരു രക്ഷയില്ലാത്ത കൃഷി. നമ്മുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തൊക്കെ എത്രത്തോളം കൃഷിയാണ് പന്നി നശിപ്പിക്കണേ. ഇത് പിന്നെ അവിടുത്തെ ഒരു ചായക്കട കേട്ടോ, കുഞ്ചൻ്റെ ചായക്കട. അവിടുത്തെ എന്നാ പറയുക, പത്തിരി നല്ല രുചിയായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി. ഞങ്ങളത് ഓർമ്മ മേടിച്ച് കഴിച്ചു. ഇവിടെയാണ് ആ ഒരു നാട്ടുകാരെല്ലാം കൂടുന്ന ഒരു സ്ഥലം. നല്ലൊരു വൈബുള്ളൊരു ഏരിയ ആണോ. ഇവിടെ ഇരുന്ന് എത്ര നേരം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലും സമയം പോണേ അറിയില്ല. ഇതാണ് ഇവിടെ നിന്ന് നിങ്ങൾ ഈ കുഞ്ചൻ്റെ ചായക്കട കയറി എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഒന്ന് കഴിക്കണം കേട്ടോ. കഴിച്ചു നോക്കാം. ഉണ്ടോ, വേറെ ഉണ്ടോ? ഓക്കെ. അപ്പോൾ ജോസിയറിനാണ് ഞങ്ങളുടെ ഈ ഗ്രാമം മൊത്തം കാണിച്ചു തന്നെ. അപ്പോൾ പൊക്കോട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം എന്നേലും. ഓക്കെ. അങ്ങനെ നല്ലവരായ ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് മക്കവള്ളിയോട് വിട പറയുക കേട്ടോ. ഇനി എന്നാ വന്നേന്ന് അറിയത്തില്ല. ഇനി നിങ്ങളെ ഈ ഒരു മഴക്കാലത്തെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഈ തോടൊക്കെ നിറഞ്ഞൊഴുകുന്നതൊന്ന് കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്.
അപ്പോൾ ഇനിയൊരു മഴക്കാലത്ത് എന്നേലും വരാം. പിന്നെ ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ നമുക്ക് അന്നേരം കാണാമല്ലോ. എന്തായാലും ഇതുപോലുള്ള ഗ്രാമങ്ങൾ ഇടുക്കി ജില്ലയിൽ ഒരുപാടുണ്ട്. അതൊക്കെ നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇനിയൊരു വലിയൊരു പാടമാണ് കേട്ടോ. അവിടെ നല്ല രസമുള്ള സ്ഥലമാണ്. 2 തോടുകൾ വന്ന് ചേരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ കാഴ്ചകളുടെ ഒരു നിറകുടം തന്നെയാണ് മക്കുവള്ളി. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാമത്തിലോട്ടൊക്കെ വരുമ്പോൾ ഒരിക്കലും വേസ്റ്റോ മറ്റു മാലിന്യങ്ങളൊന്നും വലിച്ചെറിയില്ല. കാടിനുള്ളിലോട്ട് കയറി യാത്ര ചെയ്യില്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് യാതൊരുവിധ രീതിയിലുള്ള ദോഷവും ഉണ്ടാക്കരുത്. നല്ലൊരു സഞ്ചാരിയായിട്ട് മാത്രം ട്രാവൽ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ഈ വീഡിയോ കണ്ടിട്ട് വന്നവരാണെങ്കിൽ തന്നെ. മക്കുവള്ളിയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, ഇവിടെയാണ് ഏറ്റവും ആ പാടത്തിൻ്റെ ഏറ്റവും ഭംഗി. ഈ ഒരു പാടത്തിന് തന്നെ നമ്മൾ മഴക്കാലത്ത് വന്നെടുത്തുള്ള ഒരു വിഷ്വലാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അടിപൊളിയാട്ടോ. ഈ വഴി നിങ്ങൾ ഒക്കെ വരിക. ഇവിടെയുള്ള ഗ്രാമഭംഗിയൊക്കെ മതിവരോളം നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കഞ്ഞിക്കുഴി ഭാഗത്തുനിന്നൊക്കെ ഇടുക്കി ഭാഗത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട്. ഇത് കണ്ടോ, അവിടുത്തെ ഒരു അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളപ്പോൾ ഒരു കാലാവസ്ഥയാണ് ഇങ്ങനെ. കണ്ടോ, ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് നല്ല ഉണങ്ങിയ സമയത്തുള്ള ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ 2 സമയത്തും വിഷ്വൽ തമ്മിൽ എത്ര വ്യത്യാസമല്ലേ. പച്ച പുതച്ചതും നമ്മൾ ഉണക്ക് വരുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ തോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം മഴയൊക്കെ ഉള്ളപ്പം ഒരു സമയത്തുള്ള വിഷ്വൽ കേട്ടോ. ഞാൻ എൻ്റെ മക്കുവള്ളിയുടെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഈ സമയത്തുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ഒരു വീഡിയോ. ഇത് മക്കുവള്ളി പാർട്ട് 2 ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലുകൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു ഗ്രാമത്തിലെ നല്ലൊരു കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.